ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് ഈദ് സ്പെഷ്യലായിട്ട്, റംസാൻ സ്പെഷ്യലായിട്ട് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ കഴിയുന്നതായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ പ്രിപ്പറേഷനാണ്. ഈ ഒരു ചിക്കൻ കറി നമുക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും അതുപോലെ ഡിന്നറിനായാലും എല്ലാം സെർവ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സൈഡ് ഡിഷ് കൂടിയാണ്. അതിൻ്റെ രുചി എന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള സിമ്പിളായിട്ടുള്ള ചേരുവകൾ വെച്ച് ഇത്ര ഈസി ആയിട്ട് തയ്യാറാക്കാൻ കഴിയുമോ എന്ന് തന്നെ തോന്നും. അത്ര രുചികരമായിട്ട് ടേസ്റ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നൊരു പ്രിപ്പറേഷൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഈ ഒരു ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് കണ്ടത്. പ്രിപ്പറേഷനിലോട്ട് പോകാം. വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് ഒരു കടായി അടുപ്പിൽ വെക്കുക. സാമാന്യം വലിപ്പമുള്ള കടായി ആയിരിക്കണം, അടി കട്ടിയുള്ളതായിരിക്കണം. അതിലേക്ക് നമുക്ക് 6 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 7 സവാള മീഡിയം സൈസ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. വലുതാണെങ്കിൽ ഒരു 5 എണ്ണം ചേർത്താൽ മതിയാവും. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളിവിടെ ഉള്ളി നല്ലപോലെ തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ, ലൈറ്റ് ഗോൾഡൻ കളർ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുകയാണ്. നമ്മളിതിലേക്ക് 5 പച്ചമുളക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 ഇഞ്ച് വലിപ്പത്തിനുള്ള ഇഞ്ചി കട്ട് ചെയ്ത് ഇടിച്ചെടുത്തതും അതുപോലെ തന്നെ 12 വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ കൂടെ തന്നെ നമ്മളിതിലേക്ക് രമ്പയില 2 ലീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ പച്ചമുളകിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. പച്ചമണം മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് 2 ടൊമാറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഞാനിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുകയാണ്. മല്ലിപ്പൊടി നമുക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല തന്നെ ചേർക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ചേർക്കാവുന്നതാണ്. നല്ലപോലെ തന്നെ ഇത് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഏകദേശം നമുക്ക് ഗ്രേവിയുടെ ആ ഒരു തിക്നെസ് നമുക്ക് വരുന്ന അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ചൂടുവെള്ളം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചൂടുവെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. 1 കപ്പ് ചൂടുവെള്ളം ചേർക്കാവുന്നതാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ലപോലെ തന്നെ ഇത് തിളച്ച് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ ബബിൾസ് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം 1 കപ്പ് കൂടെ ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ ആ ഒരു ഗ്രേവി എത്ര വേണോ ആ ഒരു കണക്കനുസരിച്ച് നിങ്ങൾ ഒഴിക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൽ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാ ടേസ്റ്റിനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഗീ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ
ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദോശ, ചപ്പാത്തി, അതുപോലെ സാധാ റൈസ്, ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി വന്നിട്ട് നല്ല ആവശ്യത്തിന് തിക്നെസ്സും എല്ലാം കൂടിയ നല്ല ചാറോട് കൂടിയ നല്ല ചിക്കൻ കറിയാണ്. തണുത്തപ്പോൾ അതിൻ്റെ ആ ഒരു അത് കണ്ടോ. ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കിയ ഈ സിമ്പിൾ ചിക്കൻ കറി എത്ര എളുപ്പമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇതിന് മാത്രമല്ല സ്പെഷ്യൽ ഡേയ്സിനും ഒക്കേഷൻസിനും ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും പറ്റുന്ന ഒരു ചിക്കൻ കറി കൂടിയാണിത്. ഇനി നമുക്കറിയാം ഇനിയിപ്പോൾ ഈസ്റ്റർ വരുന്നുണ്ട്, അതുപോലെ എപ്പോഴും സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയതാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും അതുപോലെ ലഞ്ചിനും ഒക്കെ സെർവ് ചെയ്യാൻ കഴിയുന്നത് കൂടിയാണ്. എല്ലാവരും ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയിട്ട് എങ്ങനെയാണെന്ന് അഭിപ്രായങ്ങൾ പറയുക. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.